ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ കോട്ടക്കൽ വീട്ടിൽ പുതുപ്പറമ്പിലാണ് കേട്ടോ. പുതുപ്പറമ്പാണ് എൻ്റെ വീട്. പുതുപ്പറമ്പിലുള്ള ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 1ാം ക്ലാസ് മുതൽ പഠിച്ച സ്കൂളിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കാണിക്കുന്നത്. അതായത് ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ച് വളർന്നത്. 10ാം ക്ലാസ് വരെ ഇവിടെ ആയിരുന്നു. ഇപ്പോൾ +2 ഉണ്ട്. അന്ന് ഹയർ സെക്കൻഡറി ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇസ്ലാമിയ കോളേജിൽ പോയാണ് പഠിച്ചത്, +1ഉം +2 ഒക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്കൂളെന്ന് പറഞ്ഞാൽ. ഇപ്പോഴും ആ പഴയ ബിൽഡിംഗ് കണ്ടില്ല നിങ്ങൾ? പഴയ കെട്ടിടം എന്ന് വെച്ചാൽ ഓടിട്ട ആ ഒരു കെട്ടിടം, ആ പഴയ ഓർമ്മയുണ്ട്. ഇതുപോലുള്ള സ്കൂളിൽ പഠിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് ഇതുപോലെ ഓടിട്ട ആ പഴയ ഓർമ്മ ഇപ്പോഴും ഉണ്ട്. ബാക്കി ഒരുപാട് ബിൽഡിങ് കാര്യങ്ങൾ ആ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ ജസ്റ്റ് ഇവിടെ ഇന്നിപ്പോൾ മഴയൊക്കെ ആയത് കാരണം സ്കൂളിലല്ലോ, അവധിയാണല്ലോ. അതുകൊണ്ട് അതാ ഗേറ്റ് പൂട്ടിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഞാനേ ഒന്ന് കാണിക്കാം. ഈ ഗേറ്റിനുള്ളിലൂടെയാണ് ഞാൻ ആ വീഡിയോ എടുത്ത്. കണ്ടില്ലേ, ഗേറ്റൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് പ്രവേശനമില്ല. അപ്പുറത്ത് നല്ല സ്പേസ് ഉണ്ട് തോന്നുന്നുണ്ട്, പക്ഷെ അതുവഴിയൊന്നും പോയില്ല. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് പോകണ വഴി ഇതാണ്. ഇതിലൂടെയാണ് നമ്മളെ വീട്ടിലേക്ക് പോകാനുള്ളത്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഗേറ്റ്. അപ്പോൾ അത് ബാങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഗ്രാൻഡ് ജുമാ മസ്ജിദ് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ പള്ളിയാണ് ആ കാണുന്നത് കേട്ടോ. ശരിക്ക് നമ്മളെ പുതുപ്പറമ്പിലെ ഗ്രാൻഡ് ജുമാ മസ്ജിദാണിത്. നമ്മളെ ഈ വീടിൻ്റെ ഈ ഭാഗത്ത് ഒരു ഭാഗം സ്കൂൾ, ഒരു ഭാഗത്ത് പള്ളിയാണ്. അപ്പോൾ ഇതുവഴിയാണ് റോഡ്. പിന്നെ ഈ റോഡൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണം. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ റോഡ് നമ്മളെ ഈ ഗ്യാസിൻ്റെ ലൈനില്ലേ, അത് ഇതിലെ പോയതാണ്. അപ്പോൾ ഇവിടെയൊക്കെ പൊളിച്ചതാണ് കേട്ടോ. അപ്പോൾ ദൂരെ ഒരു കാണുന്നൊരു മുഖം ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ കാണിച്ചത് ജസ്റ്റ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ് കഴിയട്ടെ. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر. الله أكبر. لا അപ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തൊക്കെ കഴിഞ്ഞിട്ടോ. ഏകദേശം 3 കോടി രൂപയുടെ ഒരു പള്ളിയാണ് ആ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ വീടിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കാണുന്നുള്ളൂ. നല്ല അതിമനോഹരമായ പള്ളിയാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് അതിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു. റമദാനിലാണല്ലോ സാധാരണയായിട്ട് പള്ളി പെയിൻറ്റിങ് ഒക്കെ നടക്കാറുള്ളത്. അപ്പോൾ ഞങ്ങളൊക്കെ സ്കൂളിലേക്ക് നടന്നു പോയ വഴിയായിരുന്നു കേട്ടോ ഇത്. ഇപ്പം ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കേടുവന്നത് കാര്യമാക്കണ്ട. അത് റോഡ് പണി വൈകാതെ വരും. അപ്പം ഞാനിന്ന് ലീവായപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ്. ഇപ്പോൾ പള്ളീൻ്റെ അടുത്തുള്ള വീട് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്.
നമ്മളും ഈ നേരെ റൂട്ടിൽ തന്നെ അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. ഇപ്പം നുസൈബാൻ്റെയും ഷമ്മാസിൻ്റെയും ഒക്കെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മളെ നാടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ബാക്കി കഥകളൊക്കെ കേൾക്കണം. ഇനിയിപ്പോൾ കല്യാണത്തിന് ദിവസമൊന്നുമില്ലല്ലോ. ഒരുപാട് ഖബറാളികൾ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ വീടിനോട് ചാരി പോണ ഈ ഭാഗത്ത് തന്നെയാണ് ഖബർ. വല്യമ്മ, വല്യപ്പ, അതുപോലെ തന്നെ എൻ്റെ മൂത്തമ്മാൻ്റെ ഒരു മരുമകൾ, ഇതൊക്കെ ഇപ്പം അടുത്ത് മരിച്ച ഖബറുണ്ടായി കാണുന്നത്. പഠിച്ച റബ്ബ് അവർക്കൊക്കെ അവരുടെ ഖബറുടെ സ്വർഗ്ഗപ്പൂന്തപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ. അപ്പോൾ നേരെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൻ്റെ മെയിൻ ഗേറ്റ് കാണാം. ഇവിടെയൊക്കെ സ്കൂളിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മൂത്താപ്പാൻ്റെ മോനാണ് ആ പോയത്. അപ്പം ഞാൻ പോകുന്നത് കണ്ടിട്ടില്ല കേട്ടോ. സഫമോളൊക്കെ ഇത് ഓടി കിതച്ച് വരുന്നു. ഇത് സഫമോള് മിന്നു അനിയത്തിൻ്റെ കുട്ടിയാണ്. ഇത് സഫമോളാണ്. അപ്പം നമ്മളെ പള്ളീൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്താണ്. ഒരു സൈഡിൽ നിന്ന് കാണുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പള്ളീൻ്റെ ഒരു വ്യൂ വരുന്നത്. ശരിക്കും നല്ല താജ്മഹൽ പോലെ നല്ല ഭംഗിയുള്ള പള്ളിയായിരുന്നു. ഇപ്പോൾ ഇത് കുറേ കാടൊക്കെ മൂടി പിന്നെ എന്തൊക്കെ മഴയൊക്കെ കൊണ്ടിട്ട് മൊത്തത്തിൽ കേട് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ അതൊക്കെ വൈകാതെ തന്നെ സെറ്റാക്കും. ഈ പള്ളിയിൽ നിന്നൊരു മനോഹരമായ ബാങ്ക് കേൾക്കാറുണ്ട്. അപ്പോൾ ആ ഉസ്താദ് പോയി ഇപ്പോൾ വേറെ ഉസ്താദാണ്. ഇടയ്ക്കിടയ്ക്ക് ഉസ്താദ് മാറുന്നുണ്ട്. ചില സമയത്ത് നല്ലൊരു ബാങ്ക് ഇങ്ങനെ കേൾക്കാം. ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നല്ല വീട്ടിലൊക്കെ നല്ല കേൾക്കും കേട്ടോ പള്ളിയിലത്തെ ബാങ്ക്. ഇത് നല്ലൊരു സമാധാനം. നമുക്ക് ആ സമയത്തിന് നല്ല രീതിയിൽ കേൾക്കുമല്ലോ. അപ്പോൾ ചില മക്കളൊക്കെ പഠിക്കാൻ പോയ ഭാഗത്ത് അങ്ങനെയൊക്കെ അടുത്ത് പള്ളിയില്ലാത്തവരൊക്കെ ബുദ്ധിമുട്ടുമല്ലോ. അവരിങ്ങനെ കലണ്ടറിൽ നോക്കി ടൈം നോക്കിയിട്ടൊക്കെയാണ് ഇങ്ങനെ ബാങ്കിൻ്റെ സമയമൊക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് തൊട്ടടുത്തായതുകൊണ്ട് മാഷാ അല്ലാ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ളൊരു അങ്ങാടി എന്ന് പറഞ്ഞാൽ അതാണ്. കണ്ടില്ലേ? സഫമോൾക്ക് ഇവിടെ എത്തിയാൽ പിന്നെ മിന്നു കളിക്കാണ്ടായതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര എന്ന് വെച്ചാൽ മറ്റേത് ഓൾക്കൊരു ഒറ്റപ്പെടലാണ്. കാരണം ഓളെ പ്രായമുള്ള കുട്ടികൾ അങ്ങനെ ഉണ്ട്. മൂത്താപ്പാൻ്റെ ഇളാപ്പാനൊക്കെ മക്കളുണ്ട്. പക്ഷെ എന്നാലും ഒരു വന്നിട്ട് വേണ്ട. ഇവിടെ എത്തിയാൽ പിന്നെ ഇവർ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതുപ്പറമ്പിൻ്റെ ചെറിയൊരു വിശേഷം കേട്ടോ. പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ മെയിൻ കവാടം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ആകെ കേട് വന്നിക്കണ്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് പുതുപ്പറമ്പ എന്നാണ്. പിന്നെ നമ്മൾ നെഹ്റുജി പറഞ്ഞ കുറച്ച് നിർദ്ദേശങ്ങൾ, ഗാന്ധിജിയുടേത്, അബ്ദുൽ കലാം അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ 2001 SLC ബാച്ച്. ഇത് ഞങ്ങളെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ വരപ്പിച്ചതായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മളെ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട്. ആ ഗെറ്റ് ടുഗദറിന് ഇവിടെ ഇത് രേഖപ്പെടുത്തിയതാണ് ഇതൊക്കെ. ഇതിൽ നമ്മളെ APJ അബ്ദുൽ കലാം പറഞ്ഞൊരു വാക്കുണ്ടല്ലേ, എല്ലാവരും ഒരുപോലെ കഴിവുള്ളവരാണെന്നില്ല, എന്നാൽ സ്വന്തം കഴിവുകളെ വികസിപ്പിച്ചെടുക്കാനുള്ള അവസരം ഏവർക്കും ഒരുപോലെയാണ്. ഇങ്ങനെ നമ്മൾ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത്. സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് 100ാം വാർഷികം ആഘോഷിച്ചപ്പോൾ സെറ്റാക്കിയതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ സ്കൂളിൻ്റെ അടുത്തായിട്ട് തന്നെ അതാ പള്ളി. ഇവിടെ തന്നെ കാണാം പള്ളി. പിന്നെ ഇവിടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉണ്ടോ അറിയില്ല കേട്ടോ. അത് ഈ സ്കൂളിലത്തെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ ഇവിടെ പ്രത്യേകമായിട്ട് സെറ്റപ്പായിട്ട് ഇതാ ഇവിടെ അങ്ങനെ. അവിടെ അപ്പുറത്തും വേറൊരു പള്ളി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ആ ഭാഗത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ. രാത്രി ആകുമ്പോൾ നല്ല പ്രത്യേക ഒരു ലുക്കാണ്. ഒരുപാട് പുതിയ ഖബറുകളും പഴയ ഖബറുകളൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. എന്തൊക്കെ തന്നെ ഒരു ദിവസം നമുക്ക് പോയി കിടക്കാനുള്ളതല്ലേ. അപ്പം ഞാനിവിടെ ഈ സ്കൂളിൻ്റെ തൊട്ടടുത്തൊരു ചീനിമരമുണ്ട്. ചീനിമരം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ്. ചീനിക്ക എന്നൊക്കെ പറയും അല്ലേ. ആ ഒരു ചീനിമരത്തിൻ്റെ ആദ്യമൊക്കെ ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. ഇതിങ്ങനെ ഇപ്പം ആരും തിന്നൊന്നുമില്ല. അതിൻ്റെ ഏകദേശം ഒരു പച്ചക്കഥ ഇവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടല്ലേ.
ഇതാ ഈ സംഭവം ഇത് നിങ്ങൾ തിന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പഴയ കാലത്ത് ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇതിങ്ങനെ നല്ല ബ്ലാക്ക് നിറത്തിൽ പഴുത്തിട്ട് അങ്ങനെ കൊഴിഞ്ഞ് വീഴുമല്ലോ. അതുപോലെ തന്നെ കുപ്പികളൊക്കെ ഇടാതെ ഇവിടെ ബോട്ടിൽ ബൂത്ത് പറഞ്ഞിട്ട് എല്ലാ പ്ലാസ്റ്റിക് കുപ്പികളും നിക്ഷേപിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ നല്ലൊരു സംഭവം. എന്നാലും ഇഷ്ടംപോലെ അവിടെയും ഇവിടെയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് പോയാലോ? അപ്പം ഉമ്മ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി അവിടെ സെറ്റാക്കി നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ബാങ്ക് കൊടുത്തിട്ട് കാണാനായിട്ട് ഞാൻ കുറച്ച് രാവിലെ വന്നേക്ക്. രാവിലെ 7:30 ഒരു ബസ് ഉണ്ട്, അതിന് പോകുന്നതാണ്. ഏകദേശം ഒരു 9:30 ആയപ്പോഴത്തേന് ഇവിടെ എത്തി. ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പൊ അനിയത്തിന്റെ മക്കളൊക്കെ അത് ഓടിപ്പോയിക്കണം കേട്ടോ. അപ്പൊ സഫമോള് ഞാനും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് പോവാണ്. ഈ വേലിമലൊക്കെ ഒരു സൈസ് പഴങ്ങൾ ഇങ്ങനെ കണ്ടങ്ങൾ നല്ലൊരു മനോഹരമായൊരു പൂവും കണ്ടില്ലേ, കണ്ട ഒരു സൈസ് പഴവും. ഈ ഒരു പഴത്തിൻ്റെ പേര് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഇതാണ് ഈ സംഭവം കണ്ടില്ലേ. ഇത് ചില ആൾക്കാർ ഇത് തിന്നും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ചുറ്റുഭാഗത്തൊരു രോമം പോലത്തെ സംഭവം, ഇതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും ആയിട്ട് കണ്ട ഒരു കൊഴുപ്പുള്ളൊരു സംഭവം അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അത് ചെറുതായി വരുന്നേ ഉള്ളൂ. ചെറിയ രീതിയിലൊരു കുരുവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിവിടെ സ്കൂളിൻ്റെ മതിലിലെ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് ഒരു നിങ്ങൾക്ക് പരിചയമുള്ളൊരു മുഖമായിരിക്കും. ഇത് സൂം ചെയ്തിട്ട് കാണുന്നുണ്ടോ അറിയില്ല, ആർക്കെങ്കിലും കാണുന്നുണ്ടോ? ശിഹാബ് തങ്ങളെ സൗദാണ് കേട്ടോ. പുതുപ്പറമ്പിലുള്ള ശിഹാബ് തങ്ങൾ സൗദത്തിൻ്റെ ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുന്നത്. അത് ഞങ്ങൾ അങ്ങാടിയിലാണ്, പുതുപ്പറമ്പ് അങ്ങാടിയിൽ. ഞങ്ങളെ വീടിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടുള്ളൊരു തോട്ടമാണ് കേട്ടോ. തോട്ടം എന്ന് വെച്ചാൽ ഇതിൽ പൂള കൃഷി, അതുപോലെ വെജിറ്റബിള്, വെണ്ടക്ക, അങ്ങനെ പല പല ഐറ്റംസിലുള്ള. പണ്ടത്തെ കാലത്ത് എള്ളുണ്ടായിരുന്നു, അതുപോലെ തന്നെ കടല, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ആകെ കാട് മൂടി കിടക്കുകയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ ആയിട്ടുള്ള ഫസ്റ്റത്തെ ഒരു വാർപ്പിൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞാൽ ഇതായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ഇവരാണ് ഈ ഭാഗത്ത് ഞാൻ കണ്ടത്. അത് 2 തട്ടുള്ള വീട്. സാധാരണ ഓടിൻ്റെ വീടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടുള്ള ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതിവിടെ ഇപ്പോൾ കാര്യമായിട്ടുള്ളത് പൂളക്കൃഷിയാണ്. ഞാൻ പറഞ്ഞ എല്ലാ രീതിയിലുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് വലിയൊരു ഗ്രൗണ്ട് തന്നെയാണ്. ഇതിങ്ങനെ പൂളക്കൃഷി കഴിഞ്ഞാൽ കുട്ടികളിവിടെ പന്ത് കളിക്കാനും ഇതിനൊക്കെ യൂസ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീട് നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇതൊക്കെ എന്ന് വെച്ചാൽ ഇവിടുത്തെ ആദ്യത്തെ പഴയ രീതിയിലുള്ള ഓടിട്ട മാളിക വീടുകളാണ്. പഴയ ഇപ്പോൾ ഇങ്ങനത്തെ ഓടിട്ട രീതിയിലുള്ള കാണുന്നില്ലല്ലേ, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അവിടെയൊക്കെ ഇവിടുത്തെ ഉമ്മയൊക്കെ മരിച്ചു പോയതാണ്. മക്കളൊക്കെ ഉണ്ട്, മക്കളൊക്കെ വേറെ വീടെടുത്ത് അങ്ങനെ പോയിക്കാണ്. പഴയ കാലത്തൊക്കെ നല്ല രീതിയിൽ സെറ്റപ്പ് ആയിരുന്നു കേട്ടോ അങ്ങനത്തെ വീട്. പിന്നെ അതാ വേറൊരു വീട് ഞാൻ കാണിച്ചു തരാം, എൻ്റെ മൂത്താപ്പാൻ്റെ വീട്. അപ്പോൾ ഇതാണ് എൻ്റെ മൂത്താപ്പാൻ്റെ വീട് എന്ന് പറഞ്ഞാൽ. ഇനി എൻ്റെ വീട് 30 വർഷം പഴക്കമുള്ള എൻ്റെ വീട് ഞാൻ കാണിച്ചു തരാം. ഇത് CP ഹൗസ്, ഇതിൻ്റെ ഇനീഷ്യലാണ് കേട്ടോ, CP ഹൗസ്. ഇതിന് നേരെ താഴാണ്ട് പോയി കഴിഞ്ഞാൽ വലിയ പുഴയാണ്, കടലുണ്ടിപ്പുഴ. ഇതിലങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ റോഡ് അവിടെ ഫിനിഷിങ് കേട്ടോ, കഴിഞ്ഞു. അപ്പോൾ 30 വർഷം പഴക്കമുള്ള എൻ്റെ വീട് ഞാൻ കാണിച്ചത് ഇതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് എൻ്റെ വീട്. എന്താ പറയണേ? ഹലോ ഹലോ, അത് പുഷാണ്. ഇപ്പോൾ നമ്മളെ 30 വർഷം പഴക്കമുള്ള വീട് എന്ന് വെച്ചാൽ അതാണ്. ഓക്കെ, ഇതാണ് നമ്മളെ വീട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നുസൈബയുടെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതാണ് നമ്മുടെ പുതുപ്പറമ്പിലെ വീട്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.